കളങ്കാവൽ കണ്ടു. തീർച്ചയായും തിയേറ്ററിക്കൽ വാച്ച് അറിയിക്കുന്ന ഒരു ഡീസൻറ്റ് ത്രില്ലർ തന്നെയാണ് കളങ്കാവൽ. മറ്റുള്ള സൈക്കോപാത്ത് ത്രില്ലർ സിനിമകളെ അപേക്ഷിച്ച് ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത് ഈ സിനിമയുടെ മേക്കിംഗ് അപ്രോച്ചാണ്. വളരെ റിയലിസ്റ്റിക് ആയ രീതിയിൽ സ്ഥിരമായിട്ടുള്ള സിനിമാറ്റിക് ഗിംസുകളെല്ലാം മാറ്റി നിർത്തിയാണ് ജിതിൻ കെ തോമസ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്നാൽ ഹൈ മൊമെൻ്റ് വേണ്ട എല്ലാ സീനുകളിലും ഈ സിനിമയിൽ നല്ല ഹൈ മൊമെൻറ്റും ഉണ്ട്. ജിതിൻ കെ തോമസിൻ്റെയും ജിഷ്ണു ശ്രീറാമിൻ്റെയും സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പിൻബലം. ആ ഒരു സ്ക്രിപ്റ്റിനെ ഫൈസൽ അലിയുടെ ക്യാമറ കണ്ണിലൂടെയും മുജീബ് മജീദിൻ്റെ മ്യൂസിക്കിലൂടെയും പ്രേക്ഷകരുടെ കണ്ണിൽ നന്നായി തന്നെ എത്തിച്ചിട്ടുണ്ട്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണുന്ന പ്രേക്ഷകരെല്ലാം ആ വിഷ്വൽസും ആ മ്യൂസിക്കും കൊണ്ട് സിനിമയുടെ വേൾഡിലേക്ക് തന്നെ ഇൻവോൾവ് ആകും. പിന്നെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ വിനായകൻ്റെ ക്യാരക്ടറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഫ്രഷ്നസ്. ഓവറായി വില്ലനെ ഗ്ലോറിഫൈ ചെയ്യാണ്ട് രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ സിനിമയിൽ ഉടനീളം അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് മിക്ക സീനുകളിലും ഇവർ രണ്ടുപേരും തന്നെയാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിനായകൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇതുവരെ വിനായകൻ ചെയ്ത ക്യാരക്ടറിൽ നിന്നുള്ള മാനസംസ് എല്ലാം മാറ്റി നിർത്തി വളരെ പുതുമയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വിനായകൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക ഒന്നും പറയാനില്ല. കിടിലൻ ഒരു പീക്ക് വില്ലനായിട്ടാണ് പുള്ളി ഈ സിനിമയിൽ അവതരിച്ചിരിക്കുന്നത്. ആ പുള്ളിയുടെ നോട്ടവും ആ നടത്തവും ആ സ്വാഗും എല്ലാം നമുക്ക് കൗതുകം ഉണർത്തും. എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ പുള്ളി സ്ലാങ് കൈകാര്യം ചെയ്ത രീതിയാണ്. ഒരു തിരുവനന്തപുരത്തെ ലോക്കൽ സ്ലാങ് ആണ് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ രാജമാണിക്യത്തിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഇതിലെ ആ ഒരു സ്ലാങ് വരുന്നത്. അതുമാത്രമല്ല പുള്ളി ഇടയ്ക്ക് തമിഴ് പറയുന്നുണ്ട്, അതേപോലെ മലയാളം തന്നെ പല വേരിയേഷനിൽ പറയുന്നുണ്ട്. ഇതെല്ലാം പല പല വേരിയേഷൻസിലാണ് കാണുന്ന പ്രേക്ഷകന് ഫീൽ ചെയ്യുക. അതുപോലെ പുള്ളിയുടെ റോൾ തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഫ്രഷ്നസ്. കാരണം പുള്ളി ഒരുപക്ഷെ നായകനായിട്ടായിരുന്നു ഈ സിനിമയിൽ വന്നിരുന്നെങ്കിൽ ഇതൊരു നോർമൽ ഒരു ആവറേജ് സൈക്കോപാത്ത് ത്രില്ലറായി മാറിയേനെ. അതിൽ നിന്നും മാറ്റി നിർത്തിയത് പുള്ളിയുടെ ആ ഒരു പുതുമയുള്ളൊരു വില്ലൻ തന്നെയാണ്. ഇതൊക്കെയാണ് കളങ്കാവൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉറപ്പായും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുക.